പണിതിട്ടും തീരാതെ കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ നിർമ്മാണം തുടങ്ങി 10 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി കെട്ടിടമായി മാത്രം നിലകൊള്ളുകയാണ്. അർബുദ രോഗികൾക്ക് ആശ്വാസമാകേണ്ട പദ്ധതി അനന്തമായി നീളുന്നത് സർക്കാർ അനാസ്ഥ കൊണ്ട് മാത്രം. മന്ത്രി പി രാജീവിന്റെ മണ്ഡലത്തിലാണ് ഈ സ്വപ്ന പദ്ധതി ഉള്ളത്. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, 10 വർഷം എടുത്തിരിക്കുന്നു ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി. ഇപ്പോഴും അത് പൂർത്തിയാകാതെ ആരെ ഉദ്ദേശിച്ചാണ് തുടങ്ങിയത്, അവർക്ക് ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാതെ നീണ്ടു പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കുന്നില്ലേ? വീണ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2014 ഓഗസ്റ്റ് മാസമാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഈ റീജിയണൽ ക്യാൻസർ സെന്ററിന് വേണ്ടിയിട്ട് തറക്കല്ലിടുന്നത്. പക്ഷേ 11 വർഷം പിന്നിട്ടിട്ടും ഇത് നടപ്പാക്കുവാനോ അല്ലെങ്കിൽ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനോ ഒന്നും തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല. മന്ത്രി പി രാജുവിന്റെ മണ്ഡലം കൂടിയായിട്ടുള്ള കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് തന്നെയാണ് കൊച്ചി റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൂർത്തീകരിച്ചുകൊണ്ട് ഇത് പ്രവർത്തനക്ഷമമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യും, ഉടൻ ഉദ്ഘാടനം ഉണ്ടാകുമെന്നൊക്കെ തന്നെ തീയതിയൊക്കെ തന്നെ പ്രഖ്യാപിക്കുമെങ്കിലും അത് പ്രാവർത്തികമൊന്നും ആക്കിയിട്ടുമില്ല. പ്രധാനമായിട്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തത് തന്നെയാണ് കാരണം. മധ്യ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഈ അർബുദ രോഗികൾക്ക് ആശ്രയമാകേണ്ട ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കൊച്ചി റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണം. അതുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ രീതിയിൽ ഇടതുവലത് സർക്കാരുകൾ വലിയ സ്വപ്നമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. 1360 കിടക്കകൾ, അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ 12 ഓപ്പറേഷൻ തിയേറ്ററുകൾ, മറ്റ് ആധുനിക പരിശോധനാ സംവിധാനങ്ങൾ. ഇതാണ് കൊച്ചി റീജിയണൽ ക്യാൻസർ സെന്ററിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ സർക്കാരുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ 287 കോടി രൂപ ചെലവാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ 10 വർഷം പിന്നിടുന്നു, 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. എന്നിട്ടും അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. മന്ത്രി പി രാജീവ് ആണെങ്കിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും തന്നെ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുമില്ല. എന്തായാലും ഇതൊരു കെട്ടിടം മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സാഹചര്യം. തിരുവനന്തപുരത്ത് RCC പോലെ തന്നെ അത്യാധുനിക സജ്ജീകരണങ്ങളും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെ വെല്ലുന്ന തരത്തിലുള്ള ആധുനിക പരിശോധനാ സംവിധാനങ്ങളുമായിരുന്നു സർക്കാരുകൾ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ മാറി വന്ന ഇടതു വലത് സർക്കാരുകൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. എങ്കിൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ, അതായത് ഈ 2014 തറക്കല്ലിട്ടു, അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം കൂടി ഉയർന്നിരുന്നു. അതുകൂടാതെ തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർക്ക് അടക്കം തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന ഒരു കഥ കൂടിയുണ്ട് ഈ RCCക്ക്. എന്തായാലും ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടുള്ള നടപടികളിലേക്കും കടന്നിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച അല്ലെങ്കിൽ അലംഭാവമാണ് ഈ റീജിയണൽ ക്യാൻസർ സെന്റർ ഇപ്പോഴും ഒരു പദ്ധതിയായിട്ട് മാത്രം നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീണ, ഓക്കെ, ശരി രേഷ്മ.